ഹലോ ഗൈസ്, ശാലബ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാര്യത്തിലേക്ക് മാട്ടറിലേക്ക് പോടാ. എന്താ പരിപാടി? നമ്മളെ ഞായറാഴ്ച എവിടെ പോകുന്നു? എന്താ പാറുണ്ട്? ഞായറാഴ്ച അഞ്ചുമലപ്പാറ വിട്ടാൽ എങ്ങനെയുണ്ട്? അഞ്ചുമലപ്പാറ നല്ല സ്ഥലത്ത് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് പോയ സ്ഥലത്തിന് വരുന്നത് തക്കടുമോൻ അവൻ്റെ കക്കടുമോൻ റാമിയാ കറക്റ്റ് അല്ലേ? റാമി. ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല താഴോട്ട് ഇറങ്ങിച്ചില്ല. അത് ബോർഡ് ഉണ്ട്, തുരുമ്പിടിച്ച് കിടക്കും. ഒന്ന് ക്ലീൻ ചെയ്താലും റോഡ് സൈഡിലാണ്, കാണത്തോരുമില്ല എന്താ സംഭവിക്കുന്നത്. വീട്ടുകാരൊക്കെ പോയി അവിടെ ഇറങ്ങുകയും തുണിയാനൊക്കെ ചെയ്യും. നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ, നല്ല വെള്ളമല്ല, നല്ല ഇച്ചിരൂടെ സെറ്റപ്പാണ് ആളുകൾ. പക്ഷെ ആളുകൾ അത്ര കൂടുണ്ടെന്നായിരിക്കും വേസ്റ്റൊക്കെ ഇട്ടിട്ട്. ഇപ്പോഴും കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് അവിടെ. എന്നാലും ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അതിൻ്റെ അകത്തൊക്കെ ഇറങ്ങിപ്പോയി കിടക്കാനും നല്ല കുളിക്കാനൊക്കെ അടിപൊളി സെറ്റപ്പുണ്ട്. ഒത്തിരി തട്ടായിട്ടുണ്ട്. ഇതേപോലെ തട്ടുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ പണ്ട് പോയ മറ്റേ ട്രാവൽ ഫ്രീക്കുള്ള സമയത്ത് ഈ പോയ ഗോവയെന്നാണ് മറ്റേ എന്താ സ്ഥലം പേരെന്താ, മന്ദമരുതി. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പണ്ട് ഞങ്ങൾ ട്രാവൽ ഫ്രീക്കിൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടി പോയപ്പോഴേ അത് അടിപൊളി. അതും ഭയങ്കര അതിങ്ങനെ കിടക്കും കേട്ടോ. കുറേ ഉണ്ട്, കയറി പോണേ കുറേ ഉണ്ട്. ഞങ്ങളവിടെ അന്ന് വ്ളോഗ് ചെയ്തിട്ട് തിരിച്ച് വന്ന് അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു പയ്യനവിടെ ഇങ്ങനെ മരിച്ചു. കാരണം ഞങ്ങളാ ചെന്നപ്പോൾ തന്നെ അങ്ങ് മേളിൽ കുറേ പിള്ളേർ വട്ടം കുടിയും ചെറിയ കലാപരിപാടികളായിട്ടൊക്കെ ആയിട്ട് എടുത്ത് ചാടുന്നുണ്ടായിരുന്നു. അന്ന് പിന്നെ അങ്ങോട്ട് പോയില്ല. ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും മുടക്കാനാണെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അങ്ങോട്ട് കയറിയില്ല. പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി പിന്നെ അവിടെ കാട്ടിൽ പെണ്ണുങ്ങൾ എൻ്റെ അങ്ങനെ തൂക്കാൻ രണ്ടുപേരുണ്ടല്ലോ. ഇനി മറ്റേ പുള്ളിയല്ലെന്ന് തോന്നുന്നു, നാട്ടിൽ പോയിരുന്നു. പിന്നെ അപ്പോൾ എങ്ങനെ നവരാത്രിയായിട്ട് പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയുണ്ട്. ക്ഷേത്ര ദർശനത്തിന് നീ ഇല്ലെന്നറിയാം. അടുത്ത് കമ്മ്യൂണിസ്റ്റ് തന്നെ ചുമ്മാ, അതുകൊണ്ടല്ല. പൂ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതൊരു തൈ ഇവിടെ അടിച്ചുകൊണ്ട് പോകാം. പിന്നെ എന്താ പരിപാടി? മിഞ്ഞാന്ന് കൊണ്ട് അവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലേ ആറന്മുള അമ്പലത്തിൽ? അതിൻ്റെ ഒരു ലാസ്റ്റ് വള്ളം പോകുന്നൊരു വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വള്ളം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നോ അതിൻ്റെ ഇല്ല കഴിഞ്ഞു. ലാസ്റ്റ് വേണം വള്ളസദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രപഞ്ചമൂർത്തിയുടെ ആ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതോ ഒരു ഞാൻ ഇട്ട പോസ്റ്റില്ല, വേറൊരു പോസ്റ്റിലിങ്ങനെ ഒരു നമുക്ക് കാണുമ്പോൾ വീഡിയോക്കകത്ത് ഇച്ചിരി ഒരു വിഷമം തോന്നുന്ന രീതിയിൽ ഒരു പാട്ടിട്ട് അടിക്കുറിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വള്ളം ഇങ്ങനെ തുഴഞ്ഞ് നീങ്ങുന്നു. അത് ഏത് പള്ളിയോടാണെന്ന് എനിക്കറിയില്ല. ഏതിൻ്റെ പൂവിൻ്റെ നാട്ടുകാർ പിടിച്ചിരിക്കില്ലേ കണ്ടു. മണമുണ്ട്, നല്ല മണമുണ്ട്. ഇതിൻ്റെ വേറെ സൈസ് എൻ്റെ കയ്യിരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് മേടിച്ച ഇതേ സെയിമാണ്. പക്ഷേ ഇതേ സെയിമാണോ എനിക്കറിയില്ല. പക്ഷേ ഇത് ഇച്ചിരിയുടെ എന്താ പറയുന്നത്, ഇത്രയും വലിപ്പമില്ല, പക്ഷേ ഇത്ര മണമില്ല. ഇത് നല്ല മണമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊന്ന് കാട്ടുമുല്ലിയോ എന്തോ ഒരു സാധനമുണ്ട്, അതും വീട്ടിൽ നിൽപ്പുണ്ട്. പക്ഷെ അത് തണ്ട് ഇച്ചിരി ചുമന്ന നല്ല മണമാണ്, അടിപൊളി. ഇത് എനിക്കൊന്ന് മാലയൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും അല്ലേ? പൊഴിഞ്ഞു എനിക്കൂടെ ഇറങ്ങാം. സ്വാഹ. നിനക്ക് വേണ്ടേ? എന്നാ അത് കൈ പിടിച്ചു. അങ്ങനെ മളക്കല്ലേ, അങ്ങനെ കൈ പിടിച്ചാൽ മതി. മളച്ചാൽ പോയി. വിട്ടേക്കാം ഞങ്ങൾ വിടുകയാണ്. ചെടി മുഷ്ടിച്ചുകൊണ്ട് ദൂരത്തും പോകുന്നു. ചെടി പക്ഷേ ഞാൻ കൊണ്ടുപോകും, വേറെ കാര്യം. ചെടി പക്ഷേ അവിടെ ഞാൻ കൊടുക്കത്തില്ല. നമുക്ക്
എടി അവൻ മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ, മോഷ്ടിച്ചോട്ടോ. അല്ല ഞാൻ മോഷ്ടിക്കുന്നില്ല. മോഷണം കുറ്റകരമാണോ? അതെ അതെ അതെ, മോഷ്ടിക്കില്ല, നമുക്ക് പറിക്കെടുക്കാം. എങ്കിൽ മനസ്സിലാണ്ടോ?